നീണ്ട 23 വർഷത്തെ ഗ്യാപ്പിന് ശേഷം മകനും അച്ഛനും ഒരുമിച്ച് അഭിനയിക്കുകയാണ്. അന്ന് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിരുന്നു, ഇപ്പോൾ വളരെ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് കാളിദാസ് ജയറാം മാറി. അപ്പോൾ വീണ്ടും സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ എന്താണ് തോന്നുന്നത്? ഈ ഒരു റിലീസിന് മുന്നേ ഉള്ള ഈ ഒരു ഫേസിൽ എന്താണ് ശരിക്കും മനസ്സിൽ തോന്നുന്നത്? ഞാൻ എന്താ പറയുക, ഇപ്പോഴും ഞങ്ങൾ അച്ഛൻ മകൻ സെയിം ഇത് തന്നെയാണ്. കുട്ടിക്കാലത്ത് അവനും ഞാനും എങ്ങനത്തെ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു, അത് തന്നെയാണ് ഇപ്പോഴും വലുതായാലും. ഇനി അവൻ ആക്ടറായോ വലുതായോ അതൊന്നും എന്നെ സംബന്ധിച്ച്, എന്നെയും അശ്വതിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഞങ്ങൾക്കിപ്പോഴും കുട്ടികൾ തന്നെയാണ്, അങ്ങനെ തന്നെയാണ്. പിന്നെ അവനും പല ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും ഇപ്പോഴും കാളിദാസ് എന്ന് അവനെ വിളിക്കാറില്ല, കണ്ണാന്ന് പറഞ്ഞ് വിളിക്കാറുണ്ട്. അപ്പം അങ്ങനെ ഒരു അടുപ്പം ആളുകളിൽ നിന്ന് കിട്ടുക എന്ന് പറയുന്നത് വളരെ വളരെ ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള, എവിടെ ചെന്നാലും അമ്മമാരായാലും ബാക്കി എല്ലാവരും അവനെ കണ്ണ അമ്മ എന്ത് പറയുന്നു, ചക്കി എന്ത് പറയുന്നു, അങ്ങനെയൊക്കെ ചോദിക്കുന്നത്. അപ്പം എൻ്റെ 2 മക്കളെയും കണ്ണനും ചക്കിന്ന് തന്നെ എല്ലാവരും വിളിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ഇഷ്ടം അവനോട് അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിനോടൊക്കെ, അതൊക്കെ കുടുംബ പ്രേക്ഷകർ തന്നിട്ടുള്ളൊരു കാര്യമാണ്, ആ ഒരു സ്നേഹം എന്നൊക്കെ പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ ചെയ്താലും ചെയ്തില്ലെങ്കിലും എപ്പോഴും അവരായിട്ട് ഒരുപാട് അടുത്ത് നിൽക്കുന്ന ഒരാളാണ് ഞാൻ, പ്രേക്ഷകരുമായിട്ട്. ഞാൻ പല ക്ഷേത്രങ്ങളിലും ചെണ്ട കൊട്ടാൻ പോകുന്ന ഒരാളാണ്. അവിടെ ചെല്ലുമ്പോഴും ഇതേ അമ്മമാരും സഹോദരിമാരും സഹോദരന്മാരും എല്ലാവരും കണ്ണൻ എങ്ങനെ ഇരിക്കുന്നു, ചക്കി എങ്ങനെ ഇരിക്കുന്നു, ആ കൂട്ടത്തിനിടയിൽ കൂടെ, ആ 10,000-കണക്കിന് ആൾക്കാരുടെ ഇടയിൽ കൂടെ കൊട്ടിക്കൊണ്ട് കിടക്കുന്ന ഒരാളാണ് ഞാൻ. അത് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്നതാണ്. അപ്പോൾ എപ്പോഴും അവരായിട്ട് ഏതെങ്കിലും ഒരു തരത്തിൽ, വല്ല സ്റ്റേജ് ഷോ ആയിട്ടോ സ്റ്റേജ് പ്രോഗ്രാമോ ചെണ്ടയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യമായിട്ട് ഞാൻ എപ്പോഴും എൻ്റെ പ്രേക്ഷകരുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അവരുമായിട്ടുള്ള സ്നേഹമൊക്കെ വളരെ അടുത്ത് നമുക്ക് എപ്പോഴും അറിയാൻ പറ്റും. അതെ. സോ ഇപ്പോൾ അവർക്ക് അവരെന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ടൈപ്പ് ഓഫ് ഒരു സിനിമയായിട്ടാണ് അവരുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. ആശ നേരത്തെ പറഞ്ഞ പോലെ ഒരമ്മ, മകൻ, മകൾ, അല്ലെങ്കിൽ അവർക്കൊക്കെ അതിൻ്റെ ഇടയിൽ നടക്കുന്ന ചെറിയ ചെറിയ, അതായത് ഇടത്തരം കുടുംബങ്ങളില്ലേ, പറയുന്നത് ഭയങ്കര റിച്ച് ആയിട്ടുള്ള മിഡിൽ ക്ലാസ് ഫാമിലിയിൽ അവർക്കുണ്ടാവാവുന്ന ഒരു മന്ത്ലി മാസം അവസാനം എത്തിക്കാൻ വേണ്ടി ഒരു മിഡിൽ ക്ലാസ് അത്തരം ഒരു കുടുംബത്തിലെ ആളാണ് ഹരിഹരൻ. അപ്പോൾ ഹരിഹരൻ്റെ എല്ലാ വിഷമങ്ങളും മനസ്സിലാക്കുന്ന എൻ്റെ ഭാര്യ ആശ, ഒരു മകൻ, മകൾ, ഇവർക്കുള്ളിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ആ ചുറ്റുപാട് ഞങ്ങളുടെ കോളനിയിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ ഒരുപാട്, അതിലെ കുറച്ച് ഒരു 10 കാര്യങ്ങളെങ്കിലും ആൾക്കാരിലേക്ക് റിലേറ്റ് ചെയ്യാൻ സാധിച്ചാൽ നന്നാവും. സോ ഞാനും ഒരു മോനും കൂടി കുറേ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് 10-20 ചെയ്ത സിനിമയാണ്. പിന്നെയും കഴിഞ്ഞൊരു 5-6 വർഷങ്ങൾക്കിടയിൽ ഞാൻ ആകെ 2 മലയാള സിനിമയെ ചെയ്തിട്ടുള്ളൂ. ഒന്ന് മകൾ എന്നുള്ള സിനിമയും ഒന്ന് എബ്രഹാം എന്നുള്ള സിനിമയും. അതെ. അപ്പോൾ കുറച്ച് വൈകിയൊരു സിനിമ ചെയ്താലും കുറെ വെയിറ്റ് ചെയ്താലും ആൾക്കാർക്ക് അത് പഴയ ജയറാം സിനിമ കുഴപ്പമില്ല, അത് നന്നായിരിക്കുന്നു എന്ന് പറയാൻ തോന്നിയാൽ സന്തോഷം, അതാണ്. ആൻഡ് എനിക്ക് ആശിച്ചോട് ചോദിക്കാനുള്ളത്, സെറ്റിൽ വെച്ചിട്ട് കാളിദാസ് ജയറാമും ജയറാമേട്ടനുമായിട്ട് ഉണ്ടായിട്ടുള്ള മോസ്റ്റ് മെമ്മറബിൾ മൊമെന്റ് ഏതെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാവോ? ഇല്ലാത്തത് പറയാൻ പറഞ്ഞാൽ പെട്ടെന്ന് പറയാം. പെട്ടെന്ന് ഓർമ്മ വരുന്നത്, ഞങ്ങളുടെ ഇതിനകത്ത് ചില സിറ്റുവേഷൻ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ ഉണ്ട് ഇതിനകത്ത്. എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഇഷ്ടപ്പെടുമ്പോൾ എന്ന് എനിക്ക് വിശ്വാസമുള്ള ഒരു പാട്ടുണ്ട് ഇതിൽ, കാണാം. ഇറ്റ് വിൽ കമ്മിങ് സൂൺ എന്ന് പറയുന്ന പോലെ. അതിന്റെ ഷൂട്ട് ഫുൾ രാത്രിയായിരുന്നു. അപ്പൊ രാത്രി നമ്മൾ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് മഴ പെയ്യാൻ തുടങ്ങും, ഔട്ട്ഡോർ ആണ്. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഒരു 3-4 ദിവസം മഴയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരുന്നു. അപ്പൊ 2 മണി 3 മണി 4 മണിയൊക്കെ ആകുമ്പോൾ ഉള്ള ഷൂട്ടുണ്ട്. കുറച്ചിറങ്ങുമ്പോൾ അച്ഛനെയും മോനെയും കാണൂല. എവിടെ പോയിന്ന് കാണുമ്പോൾ ഇവിടെ തട്ടുകടയിൽ നിന്ന് കുറച്ച് ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്ത് അച്ഛനും മോനും ഒക്കെ കഴിച്ചിട്ട് തിരിച്ചു വരുമായിരുന്നു. അതായിരുന്നു അച്ഛനും മോനും. എവിടെയായിരുന്നു നോക്കുമ്പോൾ രണ്ടുപേരെ കള്ളച്ചിരി കാണുമ്പോൾ നമുക്കറിയാം ഇവർ രണ്ടുപേരും പുറത്തുനിന്ന് അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞ് ഓർഡർ ചെയ്തിട്ട് രാത്രി തട്ടുകടയിൽ നിന്നൊക്കെ ഓർഡർ ചെയ്ത് പോയിരുന്ന് കഴിച്ചിട്ട് വരുന്ന ഒരു വരവുണ്ടായിരുന്നു. അതാണ് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു മൊമെന്റ്. നമ്മൾ ഈ ടീസറിൽ കാണുന്ന പോലെ തന്നെ അച്ഛനും മോനും അമ്മയുടെ മുന്നിൽ പെട്ടുപോകുന്ന ഒരു ഇതാണല്ലോ ഉണ്ടായത്. ശരിക്കും റിയൽ ലൈഫില് പാർവതി ചേച്ചിയായിട്ടും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഏത് വെള്ളടിച്ച് ഞങ്ങൾ വന്നതാ? അല്ല, അച്ഛനും മോനും ഏതെങ്കിലും
രീതിയിൽ പെട്ടുപോകുന്ന സിറ്റുവേഷൻ അമ്മയുടെ മുന്നിൽ എന്തെങ്കിലും കള്ളത്തരം ഒപ്പിച്ചിട്ട് അമ്മയോട് എന്ത് കള്ളത്തരം ഉണ്ടെങ്കിലും അപ്പോ സെക്കൻഡ് കൊണ്ട് കണ്ടുപിടിക്കും. അത് പിന്നെ എന്ത് കള്ളത്തരം കാണിച്ചിട്ട് കാര്യമില്ല. കാര്യമില്ല. ആ കള്ളത്തരം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് അപ്പൊ തന്നെ മക്കളുടെ അടുത്തേക്ക് കൺവേ ആവും. പിന്നെ എന്റെ മോൾ എന്നെ കൊല്ലാൻ തുടങ്ങും. അതുകൊണ്ട് കള്ളത്തരം ഒന്നും പിടിച്ചു നിൽക്കാനൊന്നും പറ്റില്ല. മാക്സിമം 1 മിനിറ്റ് 2 മിനിറ്റ് അതൊക്കെ ഉള്ളു പറ്റില്ല.